എല്ലാ പത്രക്കാരും എത്തുന്ന കാര്യമില്ല. പത്രസമ്മേളനം നടത്തുന്നത് ദളിത് ആദിവാസി സമരസമിതിയുടെ നേതാക്കന്മാരാണ്. ഞാൻ സമരത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് സനീഷ് കുമാർ. ശ്രീ എം ഡി സനീഷ് സംസ്ഥാന കമാൻഡറാണ്. ശ്രീ കലർ പ്രശാന്ത് ഇതിൻ്റെ വൈസ് ചെയർമാനാണ്. ശ്രീ എൻ കെ അനിൽകുമാർ വൈസ് ചെയർമാനാണ്. ശ്രീ എസ് ആർ സുരേഷ് കുമാർ എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഒരു എൻ്റെ രതീഷ് പട്ടനാട് ഉടനെ എത്തി. ഡിസംബർ 10 സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ ദളിത് ആദിവാസി സംഘം നേതൃത്വത്തിൽ 27 പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ സംഘടന ഓഗസ്റ്റ് 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ ക്രീമിലെയറും ഉപവർഗീയങ്ങളും ഏർപ്പെടുത്തുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചു. തുടർന്ന് ആ വിധിക്കെതിരെ രാജ്യത്തെ 100-ൽ സംഘടനകൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകുകയുണ്ടായി. എന്നാൽ സെപ്റ്റംബർ 24 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഓപ്പൺ കോടതിയിൽ പോലും ഇത് കേൾക്കാതെ തള്ളിയ സാഹചര്യമുണ്ട്. തുടർന്ന് ഈ വിധിയിലൂടെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്ക അത് മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പാർലമെന്റിൽ നിയമം നിർമ്മിച്ചുകൊണ്ട് ഈ വിധിയെ മറികടക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ സംസ്ഥാനം തിരക്ക് പിടിച്ച് ഈ വിധി നടപ്പാക്കണം എന്ന ആവശ്യം നിവർത്തിക്കൊണ്ടാണ് 27ഓളം പട്ടികജാതി പട്ടിക സംഘടനകൾ 1 ലക്ഷത്തിലധികം 1 ലക്ഷത്തിനടുത്ത് വരുന്ന ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് പടി മുതൽ രാജ്ഭവൻ വരെ ഏകദേശം 4 കിലോമീറ്റർ ജനങ്ങൾ ഒരു മഹാസമുദ്രം പോലെയുണ്ടാവും. സംസ്ഥാന സർക്കാർ വിധി തിരക്ക് പിടിച്ച് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകേന്ദ്രമായ സെക്രട്ടേറിയറ്റ്. തുടർന്ന് 4 കിലോമീറ്റർ നേരെ പാളയം വഴി ആ റോഡുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് രാജ്ഭവന്റെ മുന്നിൽ ആണ്. രാജ്ഭവന്റെ മുന്നിലാണ് എൻ്റെ പ്രധാന സമര കേന്ദ്രം. സമരം ഈ ദളിത് ആദിവാസി സമിതിയുടെ സംസ്ഥാന ജനറൽ കൺവീനറും KPMC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ സംസ്ഥാന ചെയർമാൻ CSDCയുടെ സംസ്ഥാന പ്രസിഡന്റുമായ KK സുരേഷ് അധ്യക്ഷത. സമിതിയുടെ നേതാക്കളായ പ്രൊഫസർ അഖില കേരള ഹിന്ദു സാമ്പോ സഭയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ MD സനീഷ്, അഖില കേരള ഹിന്ദു ചെറുമ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കലർ പ്രശാന്ത്, കേരള KC ജർമ്മൻ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ കെ അനിൽകുമാർ, ഘടക സംഘടനയുടെ 27ഓളം വരെ സംഘടന നേതാക്കന്മാർ ഈ സമ്മേളനത്തെ അഭിവാദ്യം സംസാരിക്കും. ഈ ഉദ്ഘാടന സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും സമ്മേളനം നടക്കും. അവിടെയും സംഘടനാ നേതാക്കന്മാർ സംസാരിക്കും. കൂടാതെ ഓരോ ജില്ലകളും ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ചെറിയ യോഗങ്ങളും അഭിവാദ്യ പ്രസംഗങ്ങളും ഉണ്ടാകും. രാവിലെ തന്നെ നഗരത്തിൽ ഒരു 10 മണിയോട് തന്നെ ജനങ്ങൾ പ്രവേശിക്കും. 12 മണിക്ക് സമരം ആരംഭിക്കും. ഇതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 12 മണി മുതൽ 1 മണി വരെയാണ് പ്രധാനമായി സമരം നമ്മൾ നിശ്ചയിക്കുന്നത്. രാജ്ഭവന്റെ മുന്നിൽ ഒരേ സമയത്ത് സെക്രട്ടേറിയറ്റ് വിളിക്കുന്ന സമരം ഉണ്ടാകും. തുടർന്ന് നമ്മൾ ഓരോ ജില്ലകൾ ഈ പൊതുപ്രദേശങ്ങളിലൂടെ കടന്നു പോകും. പാളയത്തുണ്ടാവും. അങ്ങനെ അതായത് ഗ്യാപ്പില്ലാതെ സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ ഒരു ഗ്യാപ്പില്ലാതെ ജനങ്ങളുണ്ടാകും. അങ്ങറ്റം വരെ രാജ്ഭവൻ വരെ ഉണ്ടാകും. പാളയം മ്യൂസിയം വഴി
കോർപ്പറേഷൻ ഓഫീസ് വഴി നേരെ വെള്ളയമ്പലം വഴി നേരെ അവിടെ എവിടെയാണോ രാഷ്ട്രീയ തടഞ്ഞു അവിടെ സമ്മേളനം നടക്കും. അതേസമയം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും ഘടക സംഘടനയുടെ നേതാക്കന്മാർ സമ്മേളനം നടക്കും. അത് ഓരോ ജില്ലകളിലും ചെറിയ ചെറിയ സമ്മേളനങ്ങൾ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അത് പാളയത്തും ആചരണം കൂടി നിൽക്കുന്നിടത്തൊക്കെ സമ്മേളനങ്ങളും ചിലപ്പോൾ കലാപരിപാടികളുണ്ടാകും. വ്യത്യസ്തമായ പരിപാടികളുമായി 1 മണി വരെ നഗരത്തിൽ 1,00,000-ൽ പരം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടങ്ങളിലാണ് ഈ സമരത്തെ നമ്മൾ കാണുന്നത്. സമരാർത്ഥർക്ക് മാധ്യമങ്ങൾ വേണ്ടപോലെ അത് ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുള്ള അർത്ഥത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം നിർമ്മിച്ച് ഇറങ്ങും ഇത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ധൃതി പിടിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഈ 2 ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരേ സമയം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഗവൺമെൻറ്റുകളുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് അല്ല ആസ്ഥാനങ്ങളിലേക്ക് സമരം ഒരേ സമയത്ത് വിളിക്കുന്ന ഒരു പ്രത്യേകമായ സമരമാണ്. ഇതുവരെ പട്ടിക വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള സമരം വ്യത്യസ്തമാണ്. നമ്മൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചോ രാഷ്ട്രീയ മാർച്ചോ ഒന്നുമല്ല. ഇത് ജനങ്ങൾ ഈ റോഡിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കും. അത്തരത്തിലുള്ള 2000 വാഹനങ്ങളിൽ ഇപ്പോൾ അധികം തന്നെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാനം ഒട്ടാകെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ തരത്തിൽ വലിയ കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഇതുവരെ കാണാത്ത കേരളം കാണാത്ത ഒരു വലിയ സമരമാണ്. മാർച്ചില്ല തീർച്ചയായും മാർച്ചില്ല. ജനങ്ങൾ വരികയും സെക്രട്ടേറിയറ്റ് മുതൽ കൂടി നിൽക്കുകയല്ല, അവിടെ ഇരിക്കും. റോഡിൽ ഇരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ ഇരിക്കും. 1,00,000-ന് പരം ജനങ്ങൾ പങ്കെടുക്കും.